ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മയുടെ വീട്ടിലേക്ക് പത്മയുടെ ഏട്ടനും ഭാര്യയും 2 മക്കളും കൂടി വരികയാണ്. അവർ അമേരിക്കയിൽ സെറ്റിലായി ബിസിനസ് ചെയ്യുന്നവരാണ്. അവരുടെ വരവിൽ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പത്മയുടെ വീട്ടിലേക്ക് വരുന്നത്. പത്മയ്ക്കും കുടുംബത്തിനും ഏട്ടൻ്റെ മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ മോനിപ്പോൾ എന്നോടൊപ്പം ബിസിനസ്സിൽ സഹായിക്കുകയാണ്. അവൻ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വച്ച ഉടനെ തന്നെ എനിക്ക് ഒരുപാട് ലാഭങ്ങളാണ് അവൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് മകനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ മകൻ വിനയത്തോടു കൂടി പത്മയുടെയും യതീന്ദ്രൻ്റെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ഏട്ടൻ്റെ മകളെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പത്മയുടെ അതേ സ്വഭാവമാണ് എൻ്റെ മോൾക്കുള്ളത്. ജൂനിയർ പത്മ എന്ന് തന്നെ പറയണം. എല്ലാ തരത്തിലും പത്മ നിൻ്റെ സ്വഭാവമാണ് അവൾക്കുള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ ആ പെൺകുട്ടിയും പത്മയുടെയും യതീന്ദ്രൻ്റെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ വിനയമൊക്കെ കാണുമ്പോൾ പത്മ പറയുകയാണ്, കണ്ടില്ലേ, ഒരുത്തനെ വളർത്തി വലുതാക്കിയിട്ടുണ്ട്, താന്തോന്നിയായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. എല്ലാവരെയും ബഹുമാനമില്ലാതെ സംസാരിക്കുകയും ധിക്കാര സ്വഭാവമാണ് എന്നൊക്കെ സൂര്യയെ തട്ടിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സൂര്യ ഒന്നും മിണ്ടാതെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെ പത്മയുടെ ഏട്ടൻ ഉദയൻ മക്കളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ഹരിത എന്ന് എൻ്റെ മകളുടെ പേര്, അത് കഴിഞ്ഞ് മകൻ്റെ പേര് രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം യതീന്ദ്രൻ പറയണ, നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തിയല്ലോ, ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാലോ, ഇനിയിപ്പോൾ നന്ദിനെ കുറിച്ചല്ലേ നിങ്ങൾക്ക് അറിയാനുള്ളത്, നന്ദിനി വാ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അപ്പോഴത്തേക്കും പത്മ പറയണ, ഇത് നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഉദയവൻ്റെ മകൾ എന്ന് പറഞ്ഞ് പത്മ പരിചയപ്പെടുത്തി കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും സൂര്യ പറയുകയാണ്, അങ്കിൾ ഇതാണ് എൻ്റെ ഭാര്യ നന്ദിനി, ആണ് ഈ വീട്ടിലെ ഒരേ ഒരു മകൾ. പിന്നെ നമ്മുടെ കമ്പനിയിലെ പുതിയ CEO ആയിട്ട് ഇപ്പോൾ നന്ദിനിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നന്ദിനിയെ വന്നവർക്ക് മുന്നിൽ ഒട്ടും തന്നെ അഭിമാനം കുറയ്ക്കാതെ തന്നെ സൂര്യ അങ്ങ് സംസാരിക്കാണ്ട്. അപ്പോൾ പത്മയ്ക്ക് അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് സൂര്യ പറയണേ, ഈ വീട്ടിലെ ഒരേ ഒരു മരുമകൾ, എൻ്റെ അമ്മയ്ക്ക് നന്ദിനി മരുമകളാണെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിന് പിന്നെ എൻ്റെ നന്ദിനി നാത്തൂനല്ലേ, അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ സൂര്യ നന്ദിനിയെ എല്ലാവർക്കും മുന്നിൽ കൊച്ചാകാതെ തന്നെ എല്ലാവർക്കും മുന്നിൽ വലിയ അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന വേദയ്ക്കും ഇന്ദ്രജയ്ക്കും പത്മയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും രാജുവേട്ടൻ ജ്യൂസുമായിട്ട് വരികയാണ്. അപ്പോൾ ആ ജ്യൂസ് കണ്ടപ്പോൾ നന്ദിനി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവർക്കുള്ള ജ്യൂസ് നന്ദിനിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഉദയന് കൊടുക്കുകയാണ്. അപ്പോൾ ഉദയൻ അത് വാങ്ങിച്ചു കുടിക്കുകയാണ്. അതുപോലെ ഉദയൻ്റെ ഭാര്യ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് രഞ്ജിത്തിനും കൊടുക്കുകയാണ്. രഞ്ജിത്തും വാങ്ങിച്ചു കുടിക്കുകയാണ്. പിന്നെ കൊടുക്കുന്നത് ഹരിതയ്ക്കാണ്. പക്ഷേ ഹരിത ആ ജ്യൂസ് വാങ്ങിക്കാതെ പത്മയെ പോലെ തന്നെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയാണ്. ആ ജ്യൂസ് അവിടെ വെക്ക് എന്ന് പറയട്ടോ. അപ്പോൾ പത്മ ചോദിക്കാൻ, എന്താ മോളെ, നിനക്കെന്താ ജ്യൂസ് ഇഷ്ടമില്ലേ, എങ്കിൽ കാപ്പിയോ ചായയോ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ജ്യൂസൊക്കെ ഇഷ്ടമാണ് ആൻറ്റി, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചു കുടിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ ഹരിതയ്ക്ക് നല്ല മറുപടി ഒരുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും നന്ദിനി സൂര്യയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. വേണ്ട, മിണ്ടാതിരിക്കുക എന്നുള്ള ഭാവത്തിൽ കേട്ടോ. വെറുതെ ഒരു പ്രശ്നം സൂര്യ സാറായിട്ട് തുടങ്ങണ്ട എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ സൂര്യ നന്ദിനി പറയുന്നത് അനുസരിക്കുകയാണ്. ക്ഷമയോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഹരിതയുടെ അഹങ്കാരം നിറഞ്ഞ ആ സംസാരം കേട്ടതോടുകൂടി പത്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ്. ഏട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ അന്തസ്സിനും പ്രതാപത്തിനും അനുസരിച്ചാണല്ലോ മകളെ വളർത്തിയിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. 25 വർഷങ്ങൾക്ക് മുന്നേ എനിക്കിപ്പോൾ എന്നെ തന്നെ കാണുന്നത് പോലെയാണ് ഹരിതയെ കാണുമ്പോൾ തോന്നുന്നത്. ഹരിത പറയാണ്, ഡാഡി പറയുന്ന അതേപോലെ തന്നെയാണല്ലോ ആൻറ്റിയും പറയുന്നത്. എനിക്ക് എല്ലാ തരത്തിലും ആൻറ്റിയുടെ സ്വഭാവമാണെന്നുള്ളത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കുറിച്ച് അഭിമാനമാണ് ഉള്ളത് എന്ന് ഹരിത പറഞ്ഞ ഉടനെ തന്നെ സൂര്യയ്ക്ക് അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പത്മയുടെ വേറൊരു രൂപം തന്നെയാണ് ഈ നിൽക്കുന്ന സാധനം എന്ന് മനസ്സിലാക്കിയ സൂര്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ദേഷ്യം പിടിച്ചങ്ങ് എണീറ്റ് പോവുകയാണ്. സമയം വിഷം നിറച്ച ആപ്പിളുമായിട്ട് ഗംഗ പത്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഗംഗയുടെ ഏട്ടന് ആ ഒരു പേനയും കൊടുത്തിട്ടുണ്ട്. പേനയിൽ ക്യാമറ പതിപ്പിച്ചത് കൊണ്ട് ആരും കാണാതെ അവിടെ എവിടെയെങ്കിലും പത്മയുടെ വീട്ടിൽ ഒരു സേഫായ സ്ഥലത്ത് വെക്കണം. എന്നിട്ട് പത്മയുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിൽ എനിക്ക് ലൈവായി കാണുകയും ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടായിട്ടാണ് ഗംഗ വരുന്നത്. അങ്ങനെ ഗംഗ ചേച്ചി എന്ന് പറഞ്ഞ് പത്മയെ വിളിച്ചുകൊണ്ടാണ് കേട്ടോ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോഴത്തേക്കും രാജുവേട്ടൻ വരികയാണ്. ആരാണ് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, ചേച്ചി എവിടെ, ഞാൻ അവർക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇടം മുകളിലുണ്ട്. അപ്പോൾ ഗംഗ പറയണേ, എങ്കിൽ ഞാൻ പോയി കണ്ടോളാം, അത് വേണ്ട, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് രാജു യതീന്ദ്രനെയും പത്മയെയും വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് ഒരാൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യതീന്ദ്രനും പത്മയും താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഗംഗയെ കണ്ടതോടുകൂടി പത്മയ്ക്കും യതീന്ദ്രനും അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അവരോടൊപ്പം പത്മയുടെ ഏട്ടനും ഭാര്യയും മക്കളും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്.
വരുന്നുണ്ട്. അപ്പോൾ രാജുവേട്ടൻ പത്മയെയും യതീന്ദ്രനെയും വിളിക്കാൻ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ ഗംഗയുടെ ഏട്ടനോട് അവിടെ എവിടെയെങ്കിലും ആ ക്യാമറ പതിപ്പിച്ച പേന വെക്കാൻ പറയാട്ടോ. അങ്ങനെ അത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് പത്മയും യതീന്ദ്രനും താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇവരെ കണ്ടതോടുകൂടി ദേഷ്യം പിടിച്ച് പത്മ ചോദിക്കുക, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? നിന്നെ ആരാ ഇവിടേക്ക് വിളിച്ചത്? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എന്നെ വിളിക്കാതെ തന്നെ എനിക്ക് ഈ വീട്ടിലേക്ക് വരാലോ. ഇതുവരെ വരാതിരുന്നതൊന്നും ചേച്ചി കാര്യമാക്കണ്ട. പക്ഷെ അങ്ങനത്തെ ഒരു ദിവസമല്ലല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെയും യതിയേട്ടൻ്റെയും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ നിങ്ങളുടെ വിവാഹ വാർഷികം, 30ാം വിവാഹ വാർഷികമല്ലേ. ഈ സമയത്ത് ഞാൻ വരാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. നിന്നെ അതിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ലല്ലോ. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഗംഗ വിനയത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ഉദയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ എന്താ ഇത്രയും വിനയത്തോടു കൂടി സംസാരിക്കുന്ന ഈ സ്ത്രീയോട് പത്മ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഉദയനും ഭാര്യയും മക്കളൊക്കെ നോക്കി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും സൂര്യയും നന്ദിനിയും താഴേക്ക് വരികയാണ്. സൂര്യയെ കണ്ടപ്പോൾ ഗംഗ മോനെ സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കട്ടെ. അപ്പോൾ സൂര്യയ്ക്കാണെങ്കിലോ ഗംഗയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയെ നോക്കിയിട്ട്, സൂര്യ നിന്റെ ഭാര്യ, എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനിയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ വിവാഹത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ് എന്നൊക്കെ പറഞ്ഞ് ഗംഗ അവരെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. പക്ഷേ നന്ദിനിക്ക് ആരാണ് എന്നൊന്നും മനസ്സിലാവാതെയാണ് കേട്ടോ നന്ദിനി നിൽക്കുന്നത്. അപ്പോൾ സൂര്യയ്ക്കാണെങ്കിലോ ഗംഗയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ദേഷ്യത്തിലാണ് കേട്ടോ ഗംഗയെ കണ്ടപ്പോൾ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് പറയണേ, ഇവരെ ആരാണ് ഇവിടെ അകത്തേക്ക് കയറ്റിവിട്ടത്? രാജുവേട്ട എന്തിനാണ് ഇവരെ അകത്തേക്ക് കയറ്റിവിട്ടത് എന്നൊക്കെ ചോദിച്ച് സൂര്യ ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഗംഗ പറയണേ, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? വീട്ടിലേക്ക് വരുന്ന അതിഥിയോട് ഇങ്ങനെയാണോ സംസാരിക്കുക? ഞാൻ ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും പറയുന്നില്ലല്ലോ. ഏട്ടൻ തന്നെ പോയി കിച്ചണിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന് ഗംഗയുടെ ഏട്ടനോട് പറയട്ടോ. അപ്പോൾ അയാളങ്ങ് അതിശയിച്ച് പോവാണ്, ഇതെന്തപ്പോൾ എന്നോട് ഗംഗ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് അയാൾ പോവാൻ ഒരുങ്ങുമ്പോൾ പത്മ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട്, നിന്നോടല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ? നിന്നെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് അറപ്പും വെറുപ്പുമാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ പോവാൻ തന്നെയാണ് വന്നത്. എങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നും ഒന്നും വേണ്ട. പക്ഷേ ഇനി ഞാൻ വരുന്ന സമയത്ത് ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പോവും. എന്തിനാണ് നമ്മൾ വെറുതെ ദേഷ്യവും വെറുപ്പൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നത്? എനിക്ക് ചേച്ചിയോടും കുടുംബത്തിനോടും ഒരു ദേഷ്യവുമില്ല. ചേച്ചിയുടെയും യതിയേട്ടൻ്റെയും വിവാഹ വാർഷികം 30ാം വിവാഹ വാർഷികമാണെന്ന് അറിഞ്ഞ് അതിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കന്ന് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് ആ ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൊക്കെയൊന്നും വാങ്ങാൻ തന്നെ നമുക്ക് കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഗംഗ അവിടെ വെച്ചിട്ട് പോവുകയാണ്. ആ ബൊക്കെയും ആ ഫ്രൂട്ട്സും ഒക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഗംഗ വരുന്നതിൻ്റെ മുന്നേ പത്മയോടും യതീന്ദ്രനോടും ഉദയം പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് അക്കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴാണ് രാജു വന്ന് പറയുന്നത്, താഴെ ആരോ വന്നിട്ടുണ്ട്, പത്മ മേഡത്തിനെയും യതീന്ദ്രൻ സാറിനെയും കാണണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉദയൻ ആ കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും രാജു വന്ന് പറഞ്ഞ കാരണം അവർ താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഉദയൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇനിയാണ് അവർ അറിയാൻ പോകുന്നത്. ഗംഗ പോവാൻ ഒരുങ്ങുമ്പോഴാണ് ഉദയനെയും ഭാര്യയെയും കാണുന്നത്. അപ്പോൾ ചോദിക്കണം, അല്ല ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉദയൻ പറയണേ, ഞാൻ പത്മയുടെ ഏട്ടനാണ്, ഏട്ടനും ഭാര്യയുമാണ് എന്ന് പറയുമ്പോൾ അത് ശരി, കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഉദയനോടും ഗംഗ നല്ല നയത്തിൽ സംസാരിച്ച ശേഷമാണ് മനസ്സിൽ ദേഷ്യം പകയും ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ ഗംഗ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഗംഗ പോയി കഴിഞ്ഞ ശേഷം പത്മയും യതീന്ദ്രനും ഉദയനും എല്ലാവരും കൂടി അവിടെ നിന്നും അങ്ങ് മുകളിൽ റൂമിലേക്ക് പോവാണ്. നിങ്ങൾ വന്ന കാലിൽ തന്നെ നിൽക്കാതെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള റൂമൊന്നും കാണിച്ചു തന്നില്ലല്ലോ ഇന്ദ്രജ, ഇവർക്ക് താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് പത്മ ദേഷ്യം പിടിച്ചിട്ട് പത്മയുടെ റൂമിലേക്ക് പോവാട്ടോ. ഗംഗ വന്ന ആ ദേഷ്യമാണ് പത്മയുടെ മനസ്സിൽ വല്ലാതെ അലട്ടുന്നതും. അങ്ങനെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് പത്മ റൂമിലേക്ക് പോകുന്നത്. ഈ സമയം രാജു ഗംഗ കൊണ്ടുവന്ന ഫ്രൂട്ട്സുമായിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് പോകുന്നത്. വിഷം നിറച്ച ഫ്രൂട്ട്സ് ആണെന്ന് പോലും അറിയാതെയാണ് രാജു അത് കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ നന്ദിനി പറയണേ, എന്തിനാണ് രാജുവേട്ടൻ ഫ്രൂട്ട്സ് എടുത്തത്? പത്മ മേഡം കണ്ടാൽ രാജുവേട്ടനും കേൾക്കേണ്ടി വരും, അത് വേണ്ടാന്ന് വെച്ചേക്കെന്ന് പറയുമ്പോൾ എന്താ നന്ദിനി നീ ഈ പറയുന്നത്? ഇത്രയും വില കൂടിയ ആപ്പിളൊക്കെ
എങ്ങനെയാണ് കളയുക? ഇതിപ്പോൾ പത്മ മാഡം ഒന്നും അറിയില്ലല്ലോ, ഇതിപ്പോൾ ഗംഗ കൊണ്ടുവന്നതാണ് എന്ന് ഈ ആപ്പിളിൻ്റെ മുകളിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, നമ്മൾ വാങ്ങിയതാണെന്ന് തന്നെയാണ് പത്മ മാഡം കരുതൂ. അപ്പോൾ നന്ദിനി പറയണേ, എനിക്കിതിൽ ഒരു പങ്കുമില്ല രാജുവേട്ട. പത്മ മാഡം അറിഞ്ഞ് ചീത്ത കേൾക്കുമ്പോൾ രാജുവേട്ടൻ തന്നെ വയറ് നിറച്ച് കേട്ടോ, എനിക്കിതിൽ ഒരു പങ്കുമില്ല. അപ്പോൾ രാജു പറയണേ, മോളൊന്ന് പേടിക്കാതിരിക്കേ, ഇത് നല്ല വില കൂടിയ ഫ്രൂട്ട്സുകളാണ്, എന്തിനാണ് ഇത് വെറുതെ കളയുന്നത്? ഇതിപ്പോൾ ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഇതിലിപ്പോൾ ഗംഗ എന്നൊന്നും പേരെഴുതിയിട്ടില്ലല്ലോ, പത്മ മേഡം അറിയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് രാജു വിഷം നിറച്ച് ആപ്പിളാണെന്ന് അറിയാതെ രാജു അതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.